ഇനി പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ലൈംഗിക പീഡന കേസിൽ പിടിയിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയോടെ പത്തനംതിട്ട 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. SIT തുടർ കസ്റ്റഡി ആവശ്യപ്പെടാത്തതിനാൽ പ്രതിയെ കോടതി പിന്നീട് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയും ചെയ്യും. അതേസമയം നാളെ തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. CK അഭിലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഇന്നും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. രാഹുലിനെ സംബന്ധിച്ച് കോടതിയിലേക്ക് എത്തിക്കുന്നു, വീണ്ടും ജയിലിലേക്ക് അയക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ജാമ്യത്തിനുള്ള സാധ്യത എന്ന് നാളെ നമുക്കറിയാം. രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ ഇട്ട പ്രതികരണമൊക്കെ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെ തെളിവെടുപ്പിൽ എന്തെങ്കിലും കാര്യമാത്രമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? രാഹുലിന് പ്രതിസന്ധിയാവുന്ന എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയോ? എന്താണ് അവസ്ഥ? തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചയാണ് 3 ദിവസത്തെ SIT കസ്റ്റഡിയിലേക്ക് പ്രതിയെ വിട്ടുകൊടുത്തത്. കാലാവധി ഇന്ന് ഉച്ചയോടുകൂടി അവസാനിക്കുകയാണ്. തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് തുടർന്ന് പ്രതിയെ ഹാജരാക്കേണ്ടത്. പക്ഷേ കോടതി അവധിയായതിനാൽ പത്തനംതിട്ട കോടതിക്കാണ് പകരം ചുമതല. ഇന്ന് ജില്ലയ്ക്ക് പൊതു അവധി ദിവസമാണ്. ആയതിനാൽ തന്നെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കും. അതായത് ആദ്യം അറസ്റ്റ് ചെയ്ത് ഏത് ഇടത്ത് ഹാജരാക്കിയോ ഞായറാഴ്ച ഉച്ചയ്ക്കടുത്ത സമയത്ത് പ്രതിയെ ഹാജരാക്കിയ ഇടത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇന്ന് SIT സംഘം എത്തുക. സ്വാഭാവികമായും അന്വേഷണ സംഘം കസ്റ്റഡി തുടർന്നും ആവശ്യപ്പെടാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടാവുക. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോകുക. ഞായറാഴ്ചയ്ക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയും കണ്ടതിന് സമാനമായ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഇന്നും അന്വേഷണ സംഘവും പോലീസും തള്ളിക്കളയുന്നില്ല. ഇവിടെ നിന്നും ഇപ്പം AR ക്യാമ്പ് SP ഓഫീസിന് നേരെ എതിർദിശയിലുള്ള AR ക്യാമ്പിലാണ് പ്രതിയെ നിലവിൽ പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്നും ഏറെക്കുറെ 1 മണിയോടടുത്ത സമയത്തായിരിക്കും പുറത്തേക്ക് കൊണ്ടുപോകുക. ആദ്യം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. ശേഷം കോടതി ജഡ്ജിയുടെ വസതിയിലേക്ക് എത്തിക്കും. ഈ കഴിഞ്ഞ 2-2.5 ദിവസ കാലയളവിൽ പ്രധാനമായും പോലീസിന്റെ നടപടികൾ ഉണ്ടായത് പ്രതിയെ സംഭവം ഉണ്ടായതായി പറയപ്പെടുന്ന തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെ 4-ാം നിലയിലെ 408-ാം നമ്പർ മുറിയിലെത്തിച്ച് നേരിട്ടുള്ള തെളിവെടുപ്പായിരുന്നു. ഈ പരാതിക്കാരിക്കൊപ്പം താൻ ഈ ദിവസം അവിടെ എത്തി എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രജിസ്റ്ററിൽ ബുക്ക് ചെയ്തിട്ടുള്ള പരാതിക്കാരിയുടെ പേരിനോടൊപ്പം രാഹുലിൻ്റെ പേരും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിഷയം തുടക്കത്തിൽ തന്നെ അദ്ദേഹം നിഷേധിച്ചതാണ്. ആ നിലപാടിൽ തുടരുകയുമാണ്. ഇതിനിടെയാണ് ഫെന്നിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി വരുന്നത്. അതായത് പരാതിക്കാരി ഫെന്നിയുടെ പേര് കൂടി പരാമർശിച്ചാണ് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് പരാതിക്കാരിയെ തനിക്ക് നേരിട്ടറിയാവുന്നതാണ്. KSUവിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട 5000 രൂപയിൽ അവർ സംഭാവന നൽകിയിരുന്നു. ഒരു കൂപ്പണിന് 100 രൂപ എന്നുള്ള ക്രമത്തിൽ 50 കൂപ്പൺ അവർക്കായി നീക്കിവെക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് തൻ്റെ ഇൻസ്റ്റഗ്രാം ID-യിൽ സ്റ്റോറി ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നവംബർ വരെ നിരന്തരം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഫോൺ മുഖേന. പക്ഷേ ആക്ഷേപം, അതായത് MLA അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളത് അവിശ്വസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില മാധ്യമപ്രവർത്തകരോട് താൻ പങ്കുവച്ചിരുന്നു. പക്ഷേ അവയൊക്കെ തന്നെ രാഹുലിന് അനുകൂലമാകുമെന്ന് കണ്ട് ബോധപൂർവം വാർത്തയാക്കാൻ ചില കോണുകളിൽ നിന്ന് ശ്രമമുണ്ടായില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഇതിനുശേഷം ഞാൻ ഫെന്നിയുമായി ഫോണിൽ സംസാരിച്ചു. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും 2 പരാതിക്കാരായിട്ട് പരാതികൾ ഉയർന്നു വന്ന അത്തരത്തിൽ പരാതിയുമായി വന്ന സ്ത്രീകൾ ഫെന്നിയുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് വിശദമായി സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇന്ന് അതല്ലെങ്കിൽ അടുത്ത ദിവസം 1-2 ആളുകളുമായിട്ടുള്ള കൂടിയാലോചനകൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി നിർണായകമാകുന്നത് നാളെ പ്രതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ജാമ്യ ഹർജി തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. പ്രതീക്ഷിക്കുന്നത് ആ ഹർജി തള്ളാനുള്ള സാധ്യത തന്നെയാണ്. നിയമവൃത്യങ്ങളും അതുതന്നെയാണ് നൽകുന്നത് സൂചനകൾ. തുടർന്ന് ജില്ലാ കോടതിയെ സമീപിക്കാനുള്ള അവകാശം. ഇപ്പോൾ അഭിലാൽ സൂചിപ്പിച്ച പോലെ ഫെന്നിയുടെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് വന്നത്. അതിൽ എന്താണ് സംഭവിച്ചത്, 5000 രൂപ വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിൽ ഹോട്ടൽ റൂമിൽ ബുക്ക് ചെയ്തതിൻ്റെ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ട് എന്നതൊക്കെയാണ്. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ, എന്താണ് സത്യമെന്ന് കണ്ടെത്തട്ടെ, സത്യം ചെയ്യിക്കട്ടെ എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.